നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആരാടാ എന്ന് ചോദിച്ചാൽ ഞാനാടാ എന്ന് ഉറക്കെ തിരിച്ചു ചോദിക്കാൻ അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗത്തെ പഠിപ്പിച്ച പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പട്ടിണിയും ദാരിദ്ര്യവും ചിമ്മിത്വവും കുടികൊണ്ടു വാണിരുന്ന കാലത്ത് സാധാരണ കർഷകർ, തോട്ടം തൊഴിലാളികൾ, ബീഡിത്തൊഴിലാളികൾ, ചുമട്ടുതൊഴിലാളികൾ എന്ന് വേണ്ട താഴെ തട്ടുകളിൽ അടിച്ചമർത്തപ്പെട്ട സകല ജനസമൂഹങ്ങൾക്കിടയിലും ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങളിലും ദുരിതങ്ങളിലും കണ്ണുനീരിലും ഊർജവും കരുത്തും പകർന്ന് നട്ടെല്ല് നിവർത്തി തലയുയർത്തി നിൽക്കുവാൻ പഠിപ്പിച്ച പാർട്ടി, പാവപ്പെട്ടവരുടെ വിശ്വാസം ആർജിച്ച പാർട്ടി, താഴേക്കിടയിൽ വേരുറപ്പിച്ച പാർട്ടി, അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പിന്നീട് അങ്ങോട്ട് വർദ്ധിത പോരാട്ടങ്ങളുടെ ജൈത്രയാത്രയായിരുന്നു ബാക്കി ചരിത്രം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താണ് സംഭവിച്ചത്? മൂല്യശോഷണം സംഭവിച്ചോ? പരിശോധിക്കാം എന്റെ നിരീക്ഷണത്തിലൂടെ. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന ബാലറ്റ് പേപ്പർ തിരഞ്ഞെടുപ്പിൽ 1957 അധികാരത്തിൽ വന്ന സഖാവ് EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി സഖാവ് EMS നമ്പൂതിരിപ്പാടിന്റെ പ്രസംഗത്തിലെ ഒരു ഭാഗം കണ്ട് മടങ്ങി വരാം. ജനങ്ങളാണ് രാജ്യത്തെ ചരിത്രം നിർമ്മിക്കുന്നത്. ചരിത്രം നിർമ്മിക്കുന്നത് ഏതാനും വ്യക്തികളായ നേതാക്കന്മാരല്ല. വ്യക്തികളായ നേതാക്കന്മാർക്ക് പങ്ക് തീർച്ചയായിട്ടുമുണ്ട്. വ്യക്തികളായ നേതാക്കന്മാരായി വന്നത് അത് ഈ രാജ്യത്തെ ജനങ്ങളെ സേവിച്ചത് കൊണ്ടാണ്. ആ ജനങ്ങളെ സേവിക്കുക എന്നുള്ള ജോലി വിട്ട് വേറെന്തെങ്കിലും ചെയ്യാൻ എപ്പോ ഏത് നേതാവ് തുടങ്ങിയാലും ആ നേതാവിനെ ജനങ്ങൾ ശരിപ്പെടുത്തും. കണ്ടില്ലേ, ഇതാണ് പാർട്ടി, ഇതാണ് പാർട്ടിയുടെ നിലപാട്. ഇത് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ നാം കണ്ടത്. പാർട്ടിയെ നേതൃത്വം തിരുത്തിയില്ലെങ്കിൽ അണികൾ തിരുത്തും. ഇന്ന് പാർട്ടി സാധാരണ ജനങ്ങളിൽ നിന്നും ബഹുദൂരം ആകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. താഴെത്തട്ടിൽ ഇത്രയും വേരുറപ്പുള്ള ഒരു പാർട്ടി വേറെയില്ല. എന്നാൽ സാധാരണ ജനങ്ങളുടെ വികാരവും പാർട്ടിയിലെ അടിയൊഴുക്കുകളും ഇത്തവണ തിരിച്ചറിയാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. പാർട്ടിയുടെ താഴെത്തട്ടിലെ നേതാക്കൾക്ക് പൊതുജന വികാരവും അണികളുടെ മനസ്സും വായിക്കുവാൻ കഴിഞ്ഞില്ല എന്നത് നേതാക്കളും അണികളും തമ്മിലുള്ള അകൽച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. കീഴ്ഘടകങ്ങൾ നൽകിയ റിപ്പോർട്ടുകൾ മേൽഘടകങ്ങൾ അപ്പാടെ വിശ്വസിച്ചതും ഏകോപനമില്ലായ്മയുടെയും ഉത്തരവാദിത്വമില്ലായ്മയുടെയും സൂചനയാണ്. പണിയെടുക്കാതെ PR വർക്കുകളും സ്വജനപക്ഷപാതവും വിഡ്ഢിത്തവും അഹങ്കാരവും അമ്പയെ പരാജയപ്പെട്ടു പോയ സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടും കണ്ടുകൊണ്ട് മൂന്നാമത് വീണ്ടും തുടർഭരണം ലഭിക്കും എന്ന ഉറച്ചു കരുതിയ ഒരു പാർട്ടി സെക്രട്ടറിയും ഒരു മുഖ്യമന്ത്രി. ഇപ്പോൾ ശൈലജ ടീച്ചർ സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകിയതും നാം കണ്ടു. ശൈലജ ടീച്ചർ ഉറപ്പായും ജയിക്കുമായിരുന്ന സിറ്റിംഗ് സീറ്റിൽ നിന്നും പാർട്ടി സെക്രട്ടറിയുടെ പത്നിക്ക് വേണ്ടി ടീച്ചറെ താല്പര്യമില്ലാഞ്ഞിട്ടും കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലത്തിലേക്ക് മാറ്റി മത്സരിപ്പിച്ചു. അതും സിറ്റിംഗ് MLA ആയ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് എതിരായി. ഒരുപക്ഷെ LDF അധികാരത്തിൽ വന്നാൽ ശൈലജ ടീച്ചർ തോക്കണം എന്നത് അവരുടെ ആവശ്യമായിരുന്നു. ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ടീച്ചറുടെ പേര് ഉയർന്നു വരുമായിരുന്നു. ഇതുപോലെ തന്നെയല്ലേ സഖാവ് VS അച്യുതാനന്ദനോടും ഇവർ കാണിച്ചത്. ആ ജനപ്രിയ നേതാവിനെ ഇടംവലം അനങ്ങാൻ കഴിയാത്തവണ്ണം വരിഞ്ഞു മുറുക്കിയില്ലേ അന്നത്തെ പാർട്ടി നേതൃത്വം. അദ്ദേഹത്തിന്റെ സർക്കാരിന് തുടർഭരണം ലഭിക്കുമെന്ന ഘട്ടത്തിൽ കൂടെ നിന്ന് കാലുവാരിയില്ലേ നിങ്ങൾ. ഒടുവിൽ VSനെ മുന്നിൽ നിർത്തി ജയിച്ചു പാർട്ടി കയറിയപ്പോൾ അദ്ദേഹത്തെ പിന്നിലാക്കി. മുന്നിൽ വന്നതല്ലേ സാക്ഷാൽ പിണറായി വിജയൻ. സഖാവ് ഗൗരിയമ്മയോടും ഈ പാർട്ടി ചെയ്തതും ഇത് തന്നെയല്ലേ? കടുത്ത അനീതിയല്ലേ ഈ പാർട്ടിക്ക് വേണ്ടി ജയിലറകളിൽ മൂന്നാം മുറകൾക്ക് വിധേയയായ
ആ പാവം സഖാവിനോട് ഈ പാർട്ടി ചെയ്തത് വനിതാ മുഖ്യമന്ത്രി എന്ന് ഉയർത്തിക്കാട്ടി അധികാരം ലഭിച്ചപ്പോൾ സഖാവ് EK നായനാർ മുഖ്യമന്ത്രിയായി. അങ്ങനെ എത്ര വഞ്ചനകളുടെ കഥവും. പാർട്ടിയുടെ ഇത്തരം പ്രവണതകളിൽ മനമടുത്ത് പാർട്ടി വിട്ടുപോയ സഖാക്കളുടെ എണ്ണം വല്ലതും ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? പാർട്ടി നേതൃത്വമേ, എവിടെ? ആർക്ക് വേണം ആ കണക്കുകൾ? അല്ലേ? ചിഹ്നം ഒരിക്കലും മാറ്റിക്കുത്താത്ത അണികളുടെ തലമുറയിൽ ഇനി അധികം പേർ അവശേഷിക്കുന്നില്ല എന്ന് നിങ്ങൾ മറന്നു പോകരുത്. കലാലയ രാഷ്ട്രീയത്തിലൂടെയും യുവജന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെയും പാർട്ടിയിലേക്ക് കടന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് ഇടനെഞ്ചിലാണ് എന്റെ പാർട്ടി എന്ന ആ പഴയ തലമുറ പോരാളികളുടെ വീര്യം ഉണ്ടാകും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇന്ത്യയിൽ കമ്മ്യൂണിസത്തിന് നിലവിൽ വലിയ വേരോട്ടമുള്ള ഏക സംസ്ഥാനം കേരളം മാത്രമാണ്. ഇടതുപക്ഷം ഇന്ത്യയിലും കേരളത്തിലും നിലനിൽക്കുക എന്നത് ഒരു ആവശ്യകതയാണ്. RSS, BJP, സംഘപരിവാർ പാർട്ടികൾ കമ്മ്യൂണിസ്റ്റുകളെ വർഗശത്രുക്കളായി കാണുന്നത് അതിനുദാഹരണമാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെങ്കിൽ ഇങ്ങ് താഴെത്തട്ട് മുതൽ അങ്ങ് മേലെത്തട്ട് വരെ അഴിച്ചുപണി അത്യാവശ്യമാണ്. സാധാരണ ജനങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലണം. ശരിയാണ്, കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങളും പുരോഗതികളും ഉണ്ടായി. നല്ല സ്കൂളുകളും ആശുപത്രികളും റോഡുകളും പാലങ്ങളും ഉണ്ടായി. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു. ഇതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ നമ്മൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ കാണാം, ഇപ്പോഴും ചോർന്നൊലിക്കുന്ന അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ കഴിയുന്ന 10,000, സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്ത ലക്ഷക്കണക്കിന് ആൾക്കാര്, ആദിവാസികൾ, മത്സ്യത്തൊഴിലാളികൾ, അങ്ങനെ പല മേഖലയിലും ഇന്നും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും എത്തിയിട്ടില്ല. ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറാത്തവർ, പല ആവശ്യങ്ങൾക്കായി ദിവസവും സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്നവർ, ഇപ്പോഴും നീതി ലഭിക്കാത്തവർ, തൊഴിൽ തേടി അന്യ സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലും പോകുന്നവർ, ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ പോയി. പഞ്ചായത്ത് തലം മുതൽ മുകളിലേക്ക് നഗ്നമായ അഴിമതികൾ കാണാൻ കഴിയും. 3ാം മുറ നിർത്തലാക്കിയെങ്കിലും അതിനേക്കാൾ മോശമായ അനുഭവങ്ങൾ കാക്കിയിട്ട ഏമാന്മാരിൽ നിന്നും ഇപ്പോഴും ഉണ്ടാകുന്നില്ലേ? മദ്യവിൽപ്പനയും ലോട്ടറി വിൽപ്പനയുമാണ് ഒരു സർക്കാരിന്റെ പ്രധാന വരുമാനം എന്ന് വന്നാൽ അത് ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? അങ്ങനെ ജനങ്ങൾ നേരിടുന്ന ധാരാളം പ്രശ്നങ്ങൾ ഈ സർക്കാർ കണ്ടില്ല, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിച്ചു. പാർട്ടിയിൽ തിരുത്തലുകൾക്ക് സമയമായി. പാർട്ടി ഭേദമന്യേ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ പാർട്ടി നേരിട്ട് ഇടപെടലുകൾ നടത്തണം, പരിഹാരങ്ങൾ കണ്ടെത്തണം, അവരോടൊപ്പം നിൽക്കണം. നിസ്വാർത്ഥമായി സഖാക്കൾ പണിയെടുക്കണം. ഭരണമല്ല വലുത്, പാർട്ടിയാണ് വലുത്. നേതാക്കളല്ല വലുത്, പാർട്ടിയാണ് വലുത്. ജനങ്ങളെ ഒപ്പം ചേർത്താൽ അവർ നിങ്ങൾക്കൊപ്പം ചേരും എന്നതിന് വലിയ ഉദാഹരണമാണ് പ്രളയകാലവും കൊറോണക്കാലവും. ഒപ്പം നിന്നതിന് ജനങ്ങൾ നൽകിയ പാരിതോഷികമാണ് തുടർഭരണം. 99 സീറ്റുകൾ. അവരെ വെറുപ്പിച്ചപ്പോൾ കിട്ടിയതാകട്ടെ 35 സീറ്റുകൾ. ഇതൊരു പാഠമാണ്, തിരിച്ചറിവാണ്, താക്കീതാണ്. തെറ്റുകൾ തിരുത്തി അഗ്നിശുദ്ധി വരുത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയ ഒരു നിരീക്ഷണവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.